ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അംഗീകാരമില്ലാത്ത 334 രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക സന്ദർശിക്കും. ബംഗളൂരുവിൽ 3 വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ആദ്യമായി ഗ്രീൻ ബജറ്റ് നടപ്പാക്കുന്ന നഗരമെന്ന പദവി സ്വന്തമാക്കി തിരുവനന്തപുരം. 2050 കേരളത്തെ സമ്പൂർണ്ണ കാർബൺ ന്യൂട്രലാക്കുക ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിക്രമങ്ങൾക്കെതിരെ പരാതിപ്പെടാൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ മിത്രം പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശികളായ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പുറത്തിറക്കി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ അംഗീകാരമില്ലാത്ത 334 രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഇതോടെ സംഭാവനകൾ സ്വീകരിക്കാനുള്ള അനുമതി, ആദായ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ പാർട്ടികൾക്ക് നഷ്ടമാകും. കേരളത്തിൽ 7 പാർട്ടികളെയാണ് ഒഴിവാക്കിയത്. RSP-B, RSPI-M, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി, സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി, ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സെക്യുലർ, നേതാജി ആദർശ പാർട്ടി എന്നിവയുടെ അംഗീകാരമാണ് റദ്ദാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക സന്ദർശിക്കും. ബംഗളൂരുവിലെ KSR റെയിൽവേ സ്റ്റേഷനിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ അദ്ദേഹം രാവിലെ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് ബാംഗ്ലൂർ മെട്രോ 2ാം ഘട്ട പദ്ധതിയുടെ RV റോഡ് മുതൽ ബൊമ്മസാന്ദ്ര വരെയുള്ള യെല്ലോ ലൈൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ബംഗളൂരു മെട്രോയുടെ 3ാം ഘട്ടത്തിനും അദ്ദേഹം തറക്കല്ലിടും. 2050 സംസ്ഥാനത്തെ സമ്പൂർണ്ണ കാർബൺ ന്യൂട്രലാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുസ്ഥിര വികസന പദ്ധതികളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കുന്ന സീഡ് ബോൾ നിർമ്മാണ ഉദ്ഘാടനവും ഗ്രീൻ ബജറ്റ് പ്രകാശനവും പുത്തരിക്കണ്ടം മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ആദ്യമായി ഗ്രീൻ ബജറ്റ് നടപ്പാക്കുന്ന നഗരമെന്ന നേട്ടം തിരുവനന്തപുരം സ്വന്തമാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി ഗ്രീൻ ബജറ്റ് നടപ്പാക്കുന്ന നഗരം എന്ന സ്ഥാനം ഇതോടെ തിരുവനന്തപുരത്തിന് സ്വന്തമാകുന്നു. ഇവിടെ നഗരസഭ നടപ്പിലാക്കുന്ന ഓരോ പ്രവർത്തനവും എത്രമാത്രം കാർബൺ ബഹിർഗമനം പരിമിതപ്പെടുത്താൻ സാധിക്കും, അതിനുവേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം ഗ്രീൻ ബജറ്റിലൂടെ വ്യക്തമാകുന്നതാണ്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരു മുൻകൈയാണിത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും പ്രവൃത്തി ദിവസമാണ്. കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിന് ഈ മാസം 12 വരെ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 30-ന് പ്രസിദ്ധീകരിക്കും. ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തി സംരക്ഷണം നൽകാൻ സുരക്ഷാമിത്രം പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികൾക്ക് സുരക്ഷിതമായി പരാതികൾ അറിയിക്കാൻ എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണ്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വച്ചുറപ്പിക്കില്ല. ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൗരവത്തോടുകൂടിയാണ് ഇടപെടുന്നത്. കുട്ടിക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പുവരുത്തും. ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ അവരുടെ അഡ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശേഖരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട്. AI സാങ്കേതിക വിദ്യ, മെഷീൻ ലേണിംഗ് തുടങ്ങിയവയുടെ നിരുത്തരവാദപരമായ ഉപയോഗം നിരവധി ദോഷങ്ങൾ സൃഷ്ടിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ AI സാങ്കേതിക വിദ്യ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്ന നിരവധി ഉദാഹരണങ്ങളും കാണാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിലുള്ള കോഴിക്കോട് മേഖല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പുരോഗമിക്കുന്നു. വ്യത്യസ്ത വിഭാഗങ്ങളിലായി 15 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നിറഞ്ഞ സാസുകളിലാണ് ചിത്രങ്ങളെല്ലാം പ്രദർശനം. ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൈരളി ശ്രീ കോർണേഷൻ തിയേറ്ററിൽ ഡെലിഗേറ്റുകളുടെ നീണ്ടനിര ദൃശ്യമായി. ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന 29ാമത് IFFKയിൽ പ്രദർശിപ്പിച്ച 177 സിനിമകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 58 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. മേഖലാ ചലച്ചിത്രമേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഫോറത്തിനും ഇന്ന് തുടക്കമായി. കൈരളി തിയേറ്റർ അങ്കണത്തിൽ ഒരുക്കിയ ഷാജിയൻ കരുൺ ചെലവൂർ വേണു പവലിയനിൽ 3 ദിവസവും വൈകിട്ട് ഓപ്പൺ ഫോറം നടക്കും. ജോലി ഒഴിവുണ്ടെന്ന തരത്തിൽ വ്യാജ കത്ത് തയ്യാറാക്കി സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച്
തട്ടിപ്പിന് ശ്രമം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വനം വകുപ്പ് പോലീസിൽ പരാതി നൽകി. ഇത്തരത്തിലുള്ള വ്യാജ കത്തുകളിൽ ജനങ്ങൾ വഞ്ചിതരാകരുതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. പാലക്കാട് ചിറ്റൂർ പുഴയിൽ വീണ് 2 വിദ്യാർത്ഥികൾ മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ ശ്രീ ഗൌതം, അരുൺകുമാർ എന്നിവരാണ് മരിച്ചത്. വിളയോടി ഷൺമുഖം കോസ്വേയിൽ കുളിക്കാനിറങ്ങിയ 10 അംഗ വിദ്യാർത്ഥി സംഘത്തിലെ 2 പേർ അപകടത്തിൽപ്പെടുകയായിരുന്നു. കോയമ്പത്തൂർ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവർ. ഖാദി തൊഴിലാളികളുടെ കുടിശ്ശിക ഓണത്തിന് മുൻപ് പരമാവധി വിതരണം ചെയ്യുമെന്ന് മന്ത്രി P. രാജീവ്. ഓണം ഖാദി മേളയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്കും വേണം ഖാദി എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ പ്രതീകമായ ഖാദിയെ ശക്തിപ്പെടുത്തുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പുറത്തിറക്കി. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. ഈ മാസം 30-നാണ് വള്ളംകളി. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മന്ത്രി വീണ ജോർജും നടൻ കാളിദാസ് ജയറാമും ചേർന്നാണ് ഈ ഭാഗ്യചിഹ്നത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. ആലപ്പുഴ വട്ടയാൽ സ്വദേശിനി അനുപമയാണ് ഈ ചിത്രം തയ്യാറാക്കിയത്. ആലപ്പുഴ RDO ഓഫീസിന് സമീപം വള്ളംകളിയുടെ ഓഫീസും തുറന്നു. വള്ളങ്ങളുടെ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. വഞ്ചിപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷനും നാളെ ആരംഭിക്കും. വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയും പുരോഗമിക്കുകയാണ്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ പ്രധാന സർക്കാർ ഓഫീസുകളിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. ഇത്തവണത്തെ ഓണത്തിന് പ്രധാനമന്ത്രിക്കും 7 കേന്ദ്രമന്ത്രിമാർക്കും കേരളം ഔദ്യോഗികമായി നൽകുന്ന ഓണക്കോടിക്കുള്ള തുണി നിർമ്മിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ചൊവ്വയിലെ ലോക്നാഥ് വീവേഴ്സിനാണ് തുടർച്ചയായ 3-ാം വർഷവും ഈ അവസരം ലഭിച്ചത്. പ്രധാനമന്ത്രിക്കായി 2 വ്യത്യസ്ത ഡിസൈനിലും കേന്ദ്രമന്ത്രിമാർക്ക് ഓരോന്ന് വീതമുള്ള 9 ഡിസൈനിലുമാണ് നിർമ്മാണം. പത്തനംതിട്ട തിരുവല്ല വള്ളംകുളം തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിവസമായി ഇന്ന് ഓണസദ്യ ആസ്വദിച്ച കുരുന്നുകൾ. ബാലകർക്കൊപ്പം വാമനമൂർത്തിയായ ഭഗവാനും സദ്യ ഉണ്ണുന്നു എന്നാണ് വിശ്വാസം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. പത്തനംതിട്ട തിരുവല്ല വള്ളംകുളത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവാമനമൂർത്തി ക്ഷേത്രത്തിലാണ് കർക്കിടകത്തിലെ തിരുവോണ ദിനമായ പിള്ളേരോണ ദിനം ഓണസദ്യ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നത്. 8 വയസ്സിനു താഴെയുള്ള 60 കുട്ടികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. വള്ളംകുളം ഹൈന്ദവ സേവാ സമിതിയുടെ നേതൃത്വത്തിലുള്ളതും കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ തിരുവാമനമൂർത്തി ക്ഷേത്രം വള്ളംകുളത്ത് നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. കാഴ്ചയില്ലാത്തവർക്ക് ഹിയറിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത സ്മാർട്ട് ഫോൺ വിതരണം ചെയ്യുന്ന പദ്ധതിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വൈകിട്ട് 5 മണിവരെ അതത് ഗ്രാമപഞ്ചായത്തുകളിലാണ് അപേക്ഷ നൽകേണ്ടത്. 79ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ആശയങ്ങൾ പങ്കിടാൻ രാജ്യത്തെ ജനങ്ങളെ ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 15-ന് ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായാണ് ജനങ്ങളിൽ നിന്നും ചിന്തകളും ആശയങ്ങളും ക്ഷണിച്ചത്. മൈ GOV, ഓപ്പൺ ഫോറം, നമോ ആപ്പ് തുടങ്ങിയവയിലൂടെ ആശയങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക, ഹർ ഘർ സ്വച്ഛതാ ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. ഓഗസ്റ്റ് 15 വരെയാണ് ക്യാമ്പയിൻ. പരിപാടിയുടെ ഭാഗമായി തിരങ്ക ഘോഷയാത്രകൾ, ശുചിത്വ റാലികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ 6 സൈനിക വിമാനങ്ങൾ തകർത്തതായി ഇന്ത്യൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. 5 യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പാക് വിമാനങ്ങളെ തകർത്തതെന്നും അദ്ദേഹം ബംഗളൂരുവിൽ പറഞ്ഞു. വീഡിയോ ദൃശ്യങ്ങൾ സഹിതമായിരുന്നു വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ. ലക്ഷദ്വീപിലെ 9 ദ്വീപുകളിലുള്ള അധ്യാപകർക്ക് കൈറ്റ് ഓൺലൈനായി നടത്തുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനത്തിന് തുടക്കമായി. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന 110 അധ്യാപകരാണ് 5 ബാച്ചുകളിലെ ആദ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അംഗീകാരമില്ലാത്ത 334 രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക സന്ദർശിക്കും. ബംഗളൂരുവിൽ 3 വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ആദ്യമായി ഗ്രീൻ ബജറ്റ് നടപ്പാക്കുന്ന നഗരമെന്ന പദവി സ്വന്തമാക്കി തിരുവനന്തപുരം. 2050ഓടെ കേരളത്തെ സമ്പൂർണ്ണ കാർബൺ ന്യൂട്രലാക്കുക ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിക്രമങ്ങൾക്കെതിരെ പരാതിപ്പെടാൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാമിത്രം പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശികളായ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പുറത്തിറക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.